Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് EXPR കമാൻഡിനെ കുറിച്ചിട്ടാണ്. EXPR കമാൻഡ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക അരിത്തമാറ്റിക് ഓപ്പറേഷൻ ആണ്. അതല്ലാണ്ട് സ്ട്രിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ EXPR യൂസ് ചെയ്യും. EXPR is used to evaluate expressions in shell scripting. അതിന് അരിത്തമാറ്റിക് ഓപ്പറേഷൻ ആയിട്ടുള്ള പ്ലസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, പിന്നെ കമ്പാരിസൺ, ഇതൊക്കെ നമുക്ക് EXPR വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്ട്രിംഗ് ഓപ്പറേഷൻസിനും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പേസസ് ആർ വെരി ഇമ്പോർട്ടന്റ് വിത്ത് EXPR. യു മസ്റ്റ് പുട്ട് സ്പേസ് ബിറ്റ്വീൻ നമ്പേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അതായത് ഞാൻ ഇപ്പോൾ EXPR കമന്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ആഡ് ചെയ്യണം. ഇപ്പൊ എനിക്ക് 3ഉം 5ഉം കൂടി ആഡ് ചെയ്യുന്ന വിചാരിക്കുക. അപ്പൊ 3+5 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന്റെ ഔട്ട്പുട്ട് 3+5 ജസ്റ്റ് പ്രിന്റ് ചെയ്യും. അതായത് എക്കോ യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യും. അതേപോലെ ജസ്റ്റ് 3+5 EXPR ശേഷം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അതൊരു സ്ട്രിംഗ് ആയിട്ട് പരിഗണിച്ചിട്ട് അത് ജസ്റ്റ് പ്രിന്റ് ചെയ്തു. നമുക്ക് എന്താ കിട്ടുന്നത്? ഔട്ട്പുട്ട് 8 ആണ് കിട്ടുന്നത്. 8 കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ EXPR ടൈപ്പ് ചെയ്യുക, 3 ടൈപ്പ് ചെയ്യുക, അതിന് ശേഷം ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുക, പ്ലസ്, അതായത് ഓപ്പറേറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ. ഇവിടെ പ്ലസ് പറയുന്നതാണ് ഓപ്പറേറ്റർ, പിന്നെ നമ്പേഴ്സ്, അതിന്റെ ഇടയിലൊക്കെ ഒരു സ്പേസ് വേണം. ഇനി 5 ടൈപ്പ് ചെയ്യുക, ഇനി എൻ്റർ അടിക്കുക. അപ്പൊ EXPR 3+5 8 കിട്ടി. ഈ പ്ലസിന് ശേഷം ഞാൻ സ്പേസ് കൊടുത്തില്ലായിരിക്കുക, അപ്പൊ നമുക്ക് എറർ കിട്ടും. അതേപോലെ തന്നെ പ്ലസിന് ശേഷം സ്പേസ് കൊടുത്തു, പക്ഷെ പ്ലസിന് മുന്നേ സ്പേസ് കൊടുത്തില്ലായിരിക്കുക, അപ്പോഴും നമുക്ക് എറർ കിട്ടും. പിന്നെ ഈ XPR കമന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇന്റിജർ വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 3.5+5 ഞാൻ കറക്റ്റ് ആയിട്ട് സ്പേസ് കൊടുത്തിട്ട് ടൈപ്പ് ചെയ്ത് വിചാരിക്കുക, അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. എന്താണ് എറർ കിട്ടും? 2 ഇന്റിജർ ആർഗ്യുമെന്റ് കൊണ്ടുള്ള കിട്ടും, ഒരു എറർ മെസ്സേജ് കിട്ടും. പിന്നെ സ്ട്രിംഗ് എങ്ങനെ യൂസ് ചെയ്യും നോക്കി നോക്കാം. EXPR സബ് സ്ട്രിംഗ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്, SUBSTR. അതിനുശേഷം സ്ട്രിങ്ങിന്റെ സ്ട്രിങ് അടിക്കുക. അപ്പൊ എന്റെ പേര് ഞാൻ അടിക്കുകയാണ് വിനായക്. ഈ വിനായകത്തെ എനിക്ക് ആദ്യത്തെ ഒരു 3 ക്യാരക്ടർ എനിക്ക് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് വിന്ന്, സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാരക്ടർ 1 ആണ് കൊടുക്കുക. എത്ര എണ്ണം പ്രിന്റ് ചെയ്യണം? വിന എന്ന് പ്രിന്റ് ചെയ്താൽ മതിയാ, VINA. അപ്പൊ 4 പ്രിന്റ് ചെയ്യണം. അപ്പൊ 4 ടൈപ്പ് ചെയ്യുക. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടി? വിന, VINA. ഇതേ കമന്റിൽ തന്നെ 4ന് പകരം ഞാൻ 1ന് പകരം 2 സ്റ്റാർട്ട് ചെയ്തു. 2 സ്റ്റാർട്ട് ചെയ്താൽ I എന്നായിരിക്കും പ്രിന്റ് ചെയ്യുക. INA പ്രിന്റ് ചെയ്യണമെങ്കിൽ 2ഉം 3ഉം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടാ? അപ്പൊ എന്താ പ്രിന്റ് ചെയ്തത്? രണ്ടാമത്തെ I നിന്ന് സ്റ്റാർട്ടായി 3 ക്യാരക്ടർ പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് സ്ട്രിംഗ് വേണമെങ്കിൽ മാറ്റാം. സ്ട്രിംഗ് ഇന്ത്യ ഇസ് മൈ കൺട്രി. ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം എനിക്ക് ഇന്ത്യ ഈസ് മാത്രം മതി എന്ന് വിചാരിക്കുക. ഇന്ത്യ ഈസ് മാത്രം മതിക്ക് ടോട്ടൽ 8 ക്യാരക്ടർ ആവശ്യമുള്ളത്. അപ്പൊ 1 സ്റ്റാർട്ടിംഗ് നിന്ന് വേണം. 1 ടൈപ്പ് ചെയ്യുക, 8 ടൈപ്പ് ചെയ്യുക, ഇന്ത്യ ഈസ്. കണ്ട? അപ്പൊ ഈ ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 8 ക്യാരക്ടർ പ്രിന്റ് ചെയ്തു. ഇനി ഇതിനെനിക്ക് ഇതിന്റെ ലെങ്ത് എത്രയാണ്, അതായത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ലെങ്ത് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ജസ്റ്റ് LENGTH ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്ട്രിങ് ഡബിൾ കോട്ടിനകത്ത് പ്രിന്റ് ചെയ്യുക. അതിനുശേഷം ഔട്ട്പുട്ട് കൊടുത്താൽ 19 ക്യാരക്ടേഴ്സ് ഇതിന്റെ അകത്ത്. ഇത് കൂടുതൽ നമുക്ക് EXPR കമന്റിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇൻഫോ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻഫോ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം EXPR കമന്റ് ടൈപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിനുള്ള കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. അല്ലെങ്കിൽ മാൻ പേജ് ഉണ്ട്. മാൻ പേജ് എടുക്കുക, EXPR ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് മാൻ പേജിൽ EXPR എങ്ങനെ യൂസ് ചെയ്യേണ്ടത് കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്യാണ്. ഈ XPR യൂസ് ചെയ്തിട്ട് എനിക്കിപ്പോ എനിക്ക് ഏറ്റവും ആദ്യം തന്നെ വേരിയബിളിലേക്ക് നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാം. അതായത് ഇപ്പൊ ഞാനിപ്പോ ഒരു num1 ഈക്വൽ ടു 45, num2 ഈക്വൽ ടു 33. ഇപ്പൊ num1ഉം num2ഉം കൂടി എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിനും EXPR യൂസ് ചെയ്യാം. EXPR സ്പേസ് കൊടുക്കുക. num1 പറഞ്ഞ ഒരു വേരിയബിൾ ആണ്. അപ്പൊ ആ വേരിയബിളിന്റെ അകത്തുള്ള വാല്യൂ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞത് ഡോളർ സൈൻ നമ്മൾ യൂസ് ചെയ്യണം. അതായത് num1 വേരിയബിളിലാണ് 45 സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ 45 എന്ന വാല്യൂ, num1 പറഞ്ഞ ഒരു കണ്ടെയ്നർ ആണ്. ആ കണ്ടെയ്നറിന്റെ അകത്തുള്ള 45 എന്ന വാല്യൂ നമുക്ക് കിട്ടണമെങ്കിൽ ഡോളർ സിമ്പിൾ നമ്മൾ ആദ്യം ആഡ് ചെയ്യുക. അതിനുശേഷം num1 ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സ്പേസ്, പിന്നെ പ്ലസ്, പിന്നെ വീണ്ടും ഡോളർ സിമ്പിൾ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം num2 ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ എത്ര കിട്ടി? 45 + 33 is equal to 78. ഇതെനിക്ക് റിസൾട്ട് ഈസ് ഈക്വൽ ടു 78 അങ്ങനെ പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ നമുക്ക്
ഇങ്ങനെ വേറൊരു രീതിയിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. എക്കോ യൂസ് ചെയ്തിട്ട്, അതായത് എക്കോ കൊടുത്തിട്ട് അതിന് മുന്നേ കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താന്ന് നോക്കി നോക്കാം. കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഡോളർ പിന്നെ ബ്രാക്കറ്റ്, ഈ ഒരു സിമ്പിൾ കണ്ട ഒരു ഡോളർ പിന്നെ ഇതിന്റെ അകത്ത് ഒരു ബ്രാക്കറ്റ്, ഇതിന് പറയുന്ന പേരാണ് കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതല്ലാണ്ട് വേറെ മെത്തേഡ് ഉണ്ട്, രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് ക്യാപ്ചർ ദി ഔട്ട്പുട്ട് ഓഫ് എ കമാൻഡ് ആൻഡ് സ്റ്റോർ ഇൻ എ വേരിയബിൾ. അതായത് ഒരു നമ്മൾ ഷെൽ സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ്, അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുക. PXPR ഒരു കമാൻഡ് ആണ്, അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. കണ്ട A = 10, B = 5. റിസൾട്ട് അതായത് EXPR $A + $B. അതായത് EXPR വെച്ചിട്ട് ഈ 10ന്റെ വാല്യൂ 5ന്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്തു, അപ്പൊ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് നമുക്ക് ഒരു വേറെ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഡോളർ ഈ രണ്ട് ബ്രാക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ PWD പറഞ്ഞ ഒരു കമന്റ് ആണ്, അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് വേറെ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ കണ്ട ഈ ഡോളർ രണ്ട് ബ്രാക്കറ്റ് അതിന്റെ അകത്ത് നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കുക. അതായത് എനിക്ക് PWDന്റെ ഔട്ട്പുട്ടാണ് എനിക്ക് കൊടുക്കേണ്ടി വരിക. അപ്പൊ പ്രിന്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു അതിനുശേഷം ഡോളർ രണ്ട് ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റിന്റെ അകത്താണ് നമ്മൾ കമാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. കമാൻഡ് ഇപ്പൊ PWD ഔട്ട്പുട്ട് ആണ് കിട്ടുന്നെങ്കിൽ PWD ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇനി ഔട്ട്പുട്ടാണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്കോ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഔട്ട്പുട്ടിന്റെ മുന്നേ ഡോളർ കൊടുക്കണം, കാരണം ഔട്ട്പുട്ട് ഒരു വേരിയബിൾ ആണ്. ഒരു വേരിയബിളിന്റെ അകത്ത് എന്തോ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഡോളർ യൂസ് ചെയ്യുക, ഡോളർ സൈൻ യൂസ് ചെയ്യുക, അതിനുശേഷം ഔട്ട്പുട്ട് ടൈപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? പകരം ഔട്ട് നോട്ടുള്ള സ്പെല്ലിംഗ് തെറ്റാണ്, അതുകൊണ്ടാണ് ഔട്ട്പുട്ട് കിട്ടാതിരുന്നത്. ഞാൻ ഔട്ടിന് പകരം ഇവിടെ പി ആക്കിയാൽ മതി, അപ്പൊ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും. കണ്ട എക്കോ ഡോളർ ഔട്ട്പുട്ട് കൊടുക്കണം. ഞാനിവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊടുത്തത് രണ്ട് തവണ, അതുകൊണ്ടാണ് ഔട്ട്പുട്ട് എനിക്ക് കിട്ടാണ്ടിരുന്നത്, ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് വന്നത്. ഇനി എനിക്ക് കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് num1 num2 കൂടി ആഡ് ചെയ്യണം. അപ്പൊ num1 num2 ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഒരു റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് ആദ്യം സ്റ്റോർ ചെയ്യണം. റിസൾട്ട് കൊണ്ടുള്ള വേരിയബിൾ അതിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഒരു EXPR പറഞ്ഞൊരു കമന്റ് അല്ലേ, അപ്പൊ കമന്റിന്റെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഡോളർ ഈ ഒരു ബ്രാക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഈ ബ്രാക്കറ്റിന്റെ അകത്താണ് നമ്മൾ EXPR വെച്ചിട്ടുള്ള അതിന്റെ ഔട്ട്പുട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് ഇതിന്റെ അകത്ത് നമ്മൾ ഈ ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മൾ ലിനക്സിലെ കമന്റ് വെച്ച് ചെയ്യണതിന്റെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യും. ഇപ്പൊ നമുക്ക് യൂസ് ചെയ്യുന്ന കമന്റ് EXPR ആണ്. EXPR വെച്ചിട്ട് രണ്ട് വേരിയബിൾ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ num1 num2, അപ്പൊ അതും വേരിയബിൾ ആയതുകൊണ്ട് അവിടെയും ഡോളർ കൊടുക്കണം num1ന്റെ വാല്യൂ കിട്ടണമെങ്കിൽ. അപ്പൊ ജസ്റ്റ് num1ന്റെ വാല്യൂ കിട്ടാൻ num1 സ്പേസ് കൊടുക്കുക, പ്ലസ് വീണ്ടും ഡോളർ num2 ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം എക്കോ കമന്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എക്കോ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം റിസൾട്ട് ഈസ്, അതിനുശേഷം നമുക്ക് ഈ റിസൾട്ട് വാല്യൂ ആണ് കിട്ടുന്നത്. ഈ റിസൾട്ട് പറഞ്ഞ ഒരു വേരിയബിൾ വാല്യൂ ആണ്, അപ്പൊ അതും വേരിയബിൾ ആയതുകൊണ്ട് അതിന്റെ വേരിയബിളിന്റെ അകത്തുള്ള വാല്യൂ കിട്ടണമെങ്കിൽ വീണ്ടും ഡോളർ സൈൻ യൂസ് ചെയ്യുക. അതിനുശേഷം വേരിയബിളിന്റെ നെയിം RESULT ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ കണ്ട റിസൾട്ട് ഈസ് ഈക്വൽ ടു 78. അങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്യിക്കാൻ ഡോളർ വേരിയബിൾ വെച്ചിട്ട് പറ്റും. ഈ മെത്തേഡിന് പറയുന്ന പേരാണ് കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി അതല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ രണ്ട് വേരിയബിൾ വെച്ചിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ പറ്റും. അതായത് ഇപ്പോ A = 9, B = 8, EXPR ഡോളർ അതായത് ഡോളർ A പ്ലസ് ഡോളർ B, ജസ്റ്റ് എൻ്റർ അടിച്ച 9ഉം 8ഉം കൂടി ആഡ് ചെയ്ത് 17 കിട്ടി. നമ്മളിപ്പോ പറഞ്ഞൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. A = 10, B = 5, റിസൾട്ട് ഈസ് ഈക്വൽ ടു ഡോളർ പിന്നെ ബ്രാക്കറ്റ് പിന്നെ XPR കമന്റ് വെച്ചിട്ട് ചെയ്യുക, പിന്നെ എക്കോ വെച്ച് പ്രിന്റ് ചെയ്യുക. ഇതിൽ ആദ്യത്തെ ലൈൻ പറഞ്ഞ A = 10 ക്രിയേറ്റ്സ് എ വേരിയബിൾ A, നെയിം A, അതിലേക്ക് 10 സ്റ്റോർ ചെയ്തു. അടുത്ത ലൈനിൽ വേരിയബിൾ B ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് വാല്യൂ 5 സ്റ്റോർ ചെയ്തു. അടുത്തതാണ് നമ്മുടെ കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സ്റ്റോർസ് ദി ഔട്ട്പുട്ട്. അതായത് കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ റിസൾട്ട് വേറൊരു വേരിയബിളിലേക്ക് നമ്മുടെ ഒരു കമാൻഡിന്റെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതായത് ഇതാണ് നമ്മുടെ
കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ചെയ്യുന്നത്. അതായത് EXPR വെച്ചിട്ട് എ എന്ന വേരിയബിളിന്റെയും ബി എന്ന വേരിയബിളും കൂടി ആഡ് ചെയ്തു. EXPR ആ കമാൻഡിന്റെ ഔട്ട്പുട്ട് എയും ബിയും കൂടി ആഡ് ചെയ്ത 15 കിട്ടി. ആ 15 എന്നുള്ളത് വേറൊരു വേരിയബിൾ ആയിട്ടുള്ള റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഡോളർ ബ്രാക്കറ്റ് ബ്രാക്കറ്റ് ഡോളർ ബ്രാക്കറ്റ് അതിന്റെ ബ്രാക്കറ്റ് അതിന്റെ ഇൻസൈഡിലാണ് നമ്മൾ EXPR കമാൻഡ് വെച്ചിട്ടുള്ള ഔട്ട്പുട്ട്. അത് റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതിനുശേഷം റിസൾട്ട് വെച്ചിട്ട് നമ്മൾ പ്രിന്റ് ചെയ്തു. അപ്പൊ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മെത്തേഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇസ് യൂസ്ഡ് ടു ക്യാപ്ചർ ദി ഔട്ട്പുട്ട് ഓഫ് EXPR ആൻഡ് സേവ് ഇൻ എ ഷെൽ വേരിയബിൾ. വേറൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇവിടെ റിസൾട്ട് എന്ന വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്തത്. അതേപോലെ ഓൾവേസ് യൂസ് സ്പേസസ്. നമ്മൾ EXPR വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും സ്പേസ് കൊടുക്കണം. അതായത് വേരിയബിൾസിന്റെ ഒപ്പം അതേപോലെ ഓപ്പറേറ്റേഴ്സിന്റെ ഇടയിലും സ്പേസ് കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് നമുക്ക് എറർ കിട്ടും. പിന്നെ നമുക്ക് ഒരു എണ്ണം കൂടി ഉണ്ട് വേറെ രീതി. അതായത് EXPR 10 ഗ്രേറ്റർ ദാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ലാഷും കൂടി കൊടുക്കും. അതായത് നമ്മൾ EXPR 10 ഗ്രേറ്റർ ദാൻ ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എറർ കിട്ടും. എറർ അല്ല, ഒന്നും പ്രിന്റ് ചെയ്യില്ല. EXPR അപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 കൊടുത്തു, അതിനുശേഷം സ്ലാഷ് കൊടുത്തു, അതിനുശേഷം ഗ്രേറ്റർ ദാൻ കൊടുത്തു, അതിനുശേഷം 5 കൊടുത്തു. അപ്പൊ കണ്ട 1. അതായത് 10 ഗ്രേറ്റർ ദാൻ 5 ആണ്. ട്രൂ ആണെങ്കിൽ 1 എന്ന് പ്രിന്റ് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ 0 പ്രിന്റ് ചെയ്യും. അതായത് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ 1 പ്രിന്റ് ചെയ്യും. ഞാൻ ഇതിന്റെ നേരെ ഗ്രേറ്ററിന് പകരം ലെസ് ദാൻ ആണ് ചെക്ക് ചെയ്യുന്നത്. അതായത് ലെസ് ദാൻ ആണ് ചെക്ക് ചെയ്യുന്നത്. ഇതിപ്പോ കണ്ടീഷൻ ഫോൾസ് ആണ്, കാരണം 5 അല്ലല്ലോ 10 വലുത്, 10 അല്ല 5 വലുത്. അപ്പൊ ഇങ്ങനെ ഫോൾസ് ആണെങ്കിൽ 0 ആയിരിക്കും പ്രിന്റ് ചെയ്യുക. കണ്ട ഇവിടെ നമ്മള് സ്ലാഷും ആരോയും കൂടി കൊടുത്തിട്ടുണ്ട്. ദിസ് റെപ്രസെന്റ്സ് ദി ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ. ദി ബാക്ക് സ്ലാഷ് ഇസ് ക്രൂഷ്യൽ ഹിയർ. അത് എന്തായാലും നിർബന്ധമായിട്ടും കൊടുക്കണം. ബിക്കോസ് ഈ ഒരു ഓപ്പറേറ്റർ ഹാസ് സ്പെഷ്യൽ മീനിങ് ഇൻ ദി ഷെൽ. ഷെല്ലിൽ നമുക്ക് ഈ ഒരു ഓപ്പറേറ്ററിന് സ്പെഷ്യൽ മീനിങ് ഉണ്ട്. അതായത് ഔട്ട്പുട്ട് റീഡയറക്ഷൻ ആണ് അത് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സിമ്പിൾ നമ്മൾ അതിൻ്റെയോടൊപ്പം തന്നെ കൊടുക്കണം. അതേപോലെ തന്നെ EXPR വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സ്ലാഷ് കൊടുക്കണം. EXPR വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് സ്ലാഷ് ആൻഡ് സ്റ്റാർ കൊടുക്കണം. അതായത് 3 into 4 ചെയ്യണമെങ്കിൽ 3 star 4 ചെയ്യുന്നതിന് മുന്നേ സ്റ്റാറിന് തൊട്ട് മുന്നേ സ്ലാഷ് കൊടുക്കണം. എങ്കിൽ മാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതായത് EXPR 3 സ്ലാഷ് ഇൻറ്റു 4 അപ്പൊ നമുക്ക് 12 ഔട്ട്പുട്ട് കിട്ടും. സ്ലാഷ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടില്ല, എറർ മെസ്സേജ് ആയിരിക്കും കിട്ടുക. ഈ സ്റ്റാറിന് സെപ്പറേറ്റ് മീനിങ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. Escaping it with a backslash prevents the shell from interpreting it as a redirection. അതായത് ബാക്ക്സ്ലാഷ് കൊടുക്കുന്നതോട് കൂടി തന്നെ ഷെല്ല് പ്രിവെന്റ് ചെയ്യും. ഇതൊരു റീഡയറക്ഷൻ ആണെന്ന് വിചാരിക്കില്ല. അപ്പൊ ആൻഡ് എൻഷുർസ് ഇറ്റ് ഈസ് പാസ്ഡ് ടു EXPR. അതിന്റെ EXPRലേക്ക് പാസ് ചെയ്തെന്ന് എൻഷുർ ചെയ്യാനും പറ്റും. ദിസ് ഇസ് ദി സെക്കൻഡ് ഓപ്പറേഷൻ. അതായത് 5 പറഞ്ഞ സെക്കൻഡ് ഓപ്പറേഷൻ, 10 പറഞ്ഞ ഫസ്റ്റ് ഓപ്പറേഷൻ. പിന്നെ ഫംഗ്ഷനാലിറ്റി പറഞ്ഞാൽ ഇത് ട്രൂ ആണെങ്കിൽ 1 എന്ന് പ്രിന്റ് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ 0 പ്രിന്റ് ചെയ്യും. അത്ര ഇതിൽ നോക്കാം.